അതിദൂരത്തുള്ള ഏതോ ഒരു നിഗൂഢ ഗ്രഹം. അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ അച്ഛനും മകളും ചേർന്ന് ആ വിചിത്രമായ അസ്ഥികൂടം കണ്ടെത്തുകയാണ്. വെറുമൊരു അസ്ഥികൂടമായിരുന്നില്ല അത്. അച്ഛനെ എന്തോ ഒന്നാൽ ആകർഷിക്കുന്ന ഒരു നിഗൂഢ ശക്തി അതിനുണ്ടായിരുന്നു. അദ്ദേഹം അത് വീട്ടിലെത്തിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. സൂര്യപ്രകാശമേറ്റപ്പോൾ ആ എല്ലുകൾക്കിടയിൽ നിന്ന് റേഡിയോ ആക്റ്റീവായ കായ്കൾ മുളയ്ക്കാൻ തുടങ്ങി. അബദ്ധത്തിൽ അച്ഛന്റെ കൈവശമിരുന്ന ഒരു പ്രത്യേക ദ്രാവകം അതിലേക്ക് വീണു. പെട്ടെന്നായിരുന്നു ആ അത്ഭുതം. അസ്ഥികൂടത്തിൽ തൊലി വളരാനും ഉള്ളിലൊരു ഹൃദയം മിടിക്കാനും തുടങ്ങി. അതിനെ പൂർണ്ണരൂപത്തിലാക്കാൻ അച്ഛനെല്ലാം പണയം വെച്ച് ഒരു ക്രൂരനായ റോബോട്ടുമായി ഏറ്റുമുട്ടി. യുദ്ധം ജയിച്ച് കൂടുതൽ ദ്രാവകം അദ്ദേഹം അസ്ഥികൂടത്തിന് നൽകി. പ്രകാശമാനമായ ആ രൂപത്തെ അവർ സ്നേഹത്തോടെ മുത്തശ്ശി എന്ന് വിളിച്ചു. പക്ഷേ കാര്യങ്ങൾ അവിടം കൊണ്ടും തീർന്നില്ല. സംശയം തോന്നിയ അമ്മ ആ രൂപത്തെ ഒരു ഹൈടെക് ലാബിലേക്ക് മാറ്റി. അർദ്ധരാത്രിയിൽ ആരും കാണാതെ മുത്തശ്ശിയുടെ മൂടുപടം അമ്മ ധരിച്ചു. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം വെളിപ്പെട്ടത്. ആ അസ്ഥികൂടത്തിന്റെ ലക്ഷ്യം കുട്ടികളെ ക്രൂരരായ ജീവികളാക്കി മാറ്റുക എന്നതായിരുന്നു. സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ആ മൂടുപടം പെട്ടെന്ന് സജീവമായി അമ്മയെ വരിഞ്ഞുമുറുക്കി. ശ്വാസം മുട്ടിക്കുന്ന ആ ചുളിവുകൾക്കുള്ളിൽ കുടുങ്ങിയ അമ്മയെ മുത്തശ്ശി ആ ഹൈബർനേഷൻ അറയിൽ എന്നേക്കുമായി തടവിലാക്കി.